ഫെബ്രുവരി 7-ാം തീയതി T20 വേൾഡ് കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. അവരവരുടെ ടീം ലിസ്റ്റുകളൊക്കെ ഓരോ ടീമുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓരോ ടീം ലിസ്റ്റുകൾ വന്നതോട് കൂടിയിട്ട് മുൻ ക്രിക്കറ്റ് പ്ലെയേഴ്സൊക്കെ അവരവരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഏത് ടീമാണ് സെമി ഫൈനലിൽ വരാൻ പോകുന്നത്, ഏത് ടീമാണ് ഫൈനലിൽ വരാൻ പോകുന്നത്, കപ്പടിക്കാൻ സാധ്യത ഏതൊക്കെയാണ് എന്നുള്ള ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചു തുടങ്ങി. അതേപോലെ ഒരു പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണ് പാകിസ്ഥാൻ മുൻ ബൗളറായ വസീം അക്രം. വസീം അക്രം പറയുന്നത് സെമി ഫൈനലിൽ എത്താവുന്ന 4 ടീമുകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻകാരനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ലിസ്റ്റിൽ പാകിസ്ഥാൻ ടീം ഇല്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു റീസൺ. ഇനി ഇതിൽ പറയുന്ന ഒന്നാമത്തെ ടീം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയൻ ടീമിൻ്റെ ടീം പ്രഖ്യാപനം വന്നതോട് കൂടിയിട്ട് ഒരുപാട് മുൻ പ്ലെയേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ടീം മിക്കവാറും കപ്പടിക്കാൻ ചാൻസ് കൂടുതലാണ്. ഒന്നാമത് ഓസ്ട്രേലിയ ഈ ഒരു വേൾഡ് T20 കപ്പടിക്കാൻ ചാൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ട് നടക്കുന്ന കളികളായതുകൊണ്ട് തന്നെ അതിൽ മിക്ക കളികൾ നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ IPL കളിക്കുന്ന പ്ലെയേഴ്സാണ് മിക്ക ഓസ്ട്രേലിയൻ പ്ലെയേഴ്സും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പിച്ചുകളൊക്കെ ഇപ്പോൾ ഓസ്ട്രേലിയൻ ടീമിന് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വന്ന് കളിക്കുന്ന മിക്ക കളികളിലും ഓസ്ട്രേലിയ നല്ല രീതിയിൽ കളിക്കുന്നത് എല്ലാ സമയങ്ങളിലും കാണാറുണ്ട്. അത് വൺ ഡേയിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും T20 തന്നെ അവർക്ക് മുൻതൂക്കം കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഓസ്ട്രേലിയൻ ടീം ഇപ്രാവശ്യം സെമി ഫൈനലിസ്റ്റിൽ വരാൻ പോകുന്ന ഒന്നാമത് ടീം എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് ടീമായിട്ട് അദ്ദേഹം പറയുന്നൊരു ടീം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. സൗത്ത് ആഫ്രിക്കയ്ക്ക് മെയിൻ റീസൺ ഒന്നെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ഒരു കാരണം തന്നെയാണ്. അവരുടെ മിക്ക പ്ലെയേഴ്സും ഇന്ത്യൻ IPL കളിക്കുന്ന പ്ലെയേഴ്സാണ്. ഇന്ത്യയിലെ മിക്ക പിച്ചുകളും ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ ടീമിന് പരിചിതമാണ്. അതുകൊണ്ട് തന്നെ അവർക്കും ഇതിൽ മുൻതൂക്കമുണ്ട്. മാത്രമല്ല ഈ ഇപ്രാവശ്യം സൗത്ത് ആഫ്രിക്കൻ ടീമിൽ വരുന്ന പ്ലെയേഴ്സ് ആണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലെയേഴ്സിനും കാര്യങ്ങളൊക്കെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഈ ഒരു സെമി ഫൈനലിൽ എത്താനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്ന ടീം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡും നല്ലൊരു ടീം ഇപ്രാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും ഇപ്രാവശ്യം മുൻതൂക്കം കൂടുതലാണെന്ന് പറയുന്നുണ്ട്. നാലാമത് പറയുന്ന ടീം ഇന്ത്യൻ ടീമാണ് കേട്ടോ. ഇന്ത്യൻ ടീം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതൊരു ചാൻസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ നടക്കുന്ന കളിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മുൻതൂക്കം കൂടുതലാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്ത മാസം 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്ന T20 വേൾഡ് കപ്പിൽ ഏകദേശം അടുത്ത മാസം അവസാനത്തോടു കൂടിയിട്ട് നമുക്കറിയും ആര് സെമി ഫൈനലിൽ എത്തും, ആര് കപ്പടിക്കും എന്നെല്ലാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.